അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ അടിപൊളിയായിട്ട് ഒരു തക്കാളി ചമ്മന്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഓരോ രീതിയിലാണ് നമ്മൾ ചമ്മന്തികൾ ചെയ്യാറുള്ളത്. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്ക്. അപ്പൊ എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നേരെ നമുക്ക് എങ്ങനെ ചെയ്ത് കണ്ടാലോ. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടത് പൊട്ടിക്കുക. കരിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു സവാള കൊത്തിപ്പിടിച്ചരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവാളയാണ് എടുത്തത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ സവാളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ് അത് ഇട്ട് കൊടുക്കുക. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. എരിവിന് നിങ്ങൾക്ക് മുളക് പൊടി തോന വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് ജാറിനകത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാറുണ്ട്. ഇനി നമുക്ക് തണുക്കട്ടെ. അപ്പൊ നമുക്ക് ഇത് ജാറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് ഒറ്റ അടി അടിച്ചാൽ ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് ബൗളിലോട്ട് മാറ്റാം. അതുകൂടാതെ ഞാൻ ഇതിനായിട്ട് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത് നമ്മളെ വെള്ളയപ്പമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് മാത്രമല്ല, നമുക്ക് ചോറിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സംഭവമാണ്. കുറച്ച് അപ്പം കൊണ്ട് വെച്ചുക, എടുക്കുക. അടിപൊളി, കൊള്ളാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. വലിയ എരിയുമില്ല, ഒരു പുളിയും ഇല്ല, ഒരു മധുരവും ഇല്ല. എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടും. സൂപ്പർ സാധനമാണ്. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.